കിടന്നോ കിടന്നോ അവിടെ കിടക്കാം അവിടെ കിടന്നോ 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 കിടക്കടാ കിടക്കടാ കിടക്ക അവിടെ ഇന്നലെ നമ്മോട് പടങ്ങിട്ട് ഇങ്ങനെ ഇറങ്ങി ഒന്നില്ലേ കൊതൊക്കെ കടച്ച് നമ്മൾ ഇട്ടേച്ച് പോയതാ. തീ ഇങ്ങനെ കിടന്ന കഞ്ഞി ശരിയാക്കില്ല. രാവിലെ 5:30 ആയപ്പോൾ എടുത്ത് എണീറ്റ് ആറ്റിപ്പോയി. അതാണോ വീഡിയോ എടുക്കാൻ എന്നാന്ന് എനിക്കറിയത്തില്ല. വന്നപ്പോഴും വീഡിയോ എടുത്തില്ല, പോയപ്പോഴും വീഡിയോ എടുത്തില്ല. പെണ്ണുമ്പിള്ളയും അമ്മായിമ്മ ആറ്റി പോകുന്നതിനോട് യോജിപ്പില്ലാഞ്ഞിട്ടാണോ വിഷമം കൊണ്ടാണോ, യോജിപ്പില്ല വിഷമം കൊണ്ടാണോ എന്നറിയത്തില്ലല്ലോ. ആരായന് കാപ്പി എടുത്ത് കൊടുക്കാൻ പോയിട്ടുണ്ട്, കൊണ്ട് കൊടുക്കാൻ പോയി. ഉണ്ടോയെന്ന് അറിയത്തില്ല അവിടെ. എന്ത് ഒന്ന് ഇറങ്ങി എഴുതി വാ. ഉണ്ടോ ഉറങ്ങണോ? കണ്ടോ കാപ്പി? ആ സിംബ ഹോയ് ഹോയ്. എണീറ്റ് വന്നവർക്കാ വിഷമം. 5:30 ആയപ്പോഴേക്കും കാറ്റിപ്പോയി തുണി അലക്കി മടുത്ത് ഇവിടെ വന്ന് ചെയ്തിട്ട് വേണം ഉണ്ടാക്കി കൊടുക്കാൻ. അതിന് വിഷമങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കണ്ടോണമെന്നെ പൊന്നെ. ശമ്പളം എടുക്കില്ലാത്ത ഞാൻ എടുത്തിട്ടു. എത്ര ഇത് 3-4 മാസത്തോളമായി നൈറ്റ് മേടിച്ച് വെച്ചിട്ട്. ഇതുവരെ ശമ്പളം കിട്ടില്ല. ഒന്നും ഉണ്ടാക്കിയില്ല. ആറ്റി പോയിക്കോയിരുന്നു. സാമ്പാറുണ്ടാക്കിയോ? എന്തിന്? നാളെ സാമ്പാർ ഉണ്ടാക്കാം. നാളെ കുറച്ച് ദോശ ഉണ്ടാക്കില്ല. വൈൻ കൊടുക്കണ്ടായോ? വൈനോ? വൈനൊന്നും കുടിക്കണ്ട. അവിടെ വെച്ചാൽ അങ്ങോട്ടോ അന്ന് തൊട്ട് പോയക്കല്ലോ കേട്ടോ. ഞാൻ കൊണ്ടുവന്ന ഒരു പഴയ കുപ്പിക്കകത്ത് കുറച്ച് എൻ്റെ ഏലക്ക ഉണ്ടായിരുന്നു. പറഞ്ഞാൽ തന്നെ ചോദിക്കാൻ പോലെ. പിന്നെ മറ്റേ കുപ്പിയാണ് പൊങ്കാലിക്ക് പോകാൻ വേണ്ടി കുപ്പി വേണം. വലിയ കുപ്പി മിറാണ്ടാൻ മേടിക്കുന്നത് വലിയ കുപ്പി അല്ലേ? ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ ചേട്ടാ തരുന്നില്ലേ? എന്നാ ഉദ്ദേശം? അപ്പോൾ ഒരു കാര്യം അറിയോ, 10 ദിവസം ഉണ്ടെങ്കിൽ അമ്മ ചെയ്യേണ്ടതെന്നറിയോ? 100 മിറാണ്ട മേടിക്കണം. എന്നിട്ട് അമ്മ ബസ്സുള്ളവർക്കെല്ലാം കൊടുക്കണം. അതിൻ്റെ കുപ്പിയും കിട്ടും. മനസ്സിലായോ? അതായത് പൊങ്കാലിക്ക് പോകാൻ വേണ്ടി ഒരു സാധനം ചോദിച്ചിട്ട് തരത്തില്ലാത്തവരുടെ അടുത്ത് ചെയ്യേണ്ട എന്നാന്നറിയോ? മെലിണ്ടായും കുന്തവും ഒക്കെ അഴുക്കാം. പക്ഷേ 100 ഉണ്ടെങ്കിൽ എനിക്കൊരു ബക്കറ്റ് മേടിച്ചിട്ട് ആ ബക്കറ്റിനകത്തോട്ട് എനിക്ക് മിടുക്കി അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അല്ലാതെ പോയി തെണ്ടാൻ പോലെ ഒരാളൊരു കാര്യം സരിയാന്ന് പറഞ്ഞാൽ പിന്നെ പോയി തരാവോ 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 എന്ന് തെണ്ടാൻ പോവല്ലേ. മനസ്സിലായില്ലേ?
തിരിച്ചു വന്നു കഴിയുമ്പോ ഓരോ ഒറ്റ കുപ്പിക്ക് ഇത് എല്ലാ കുപ്പിയും ധാരമായിരിക്കും. ക്യാമറ മേടിച്ച അമ്മ എല്ലാ കുപ്പിയും എന്നാ കാണുമല്ലോ. പൊങ്കാലയ്ക്ക് നോയമ്പഴത്തിന് അങ്ങനെ ഒന്നും പറയല്ലേ. കഴിഞ്ഞ പ്രാവശ്യം മുക്കാലിക്ക് പോയി തേങ്ങ ക്യാമറ മേടിച്ചതാ അതെന്നാ വെച്ചാൽ അത് ദേവി സെറ്റപ്പാക്കി തന്നോളും, പേടിക്കണ്ട. അങ്ങനെ തേങ്ങ എന്റെ തലയോട് വീട് വരുന്നത് ഞാൻ അന്നേരം അവിടെ തന്നെ സ്പോട്ടിലേ പോയെന്നായിരുന്നല്ലോ. അവിടുത്തെ ക്യാമറ മേടിച്ചതാണോ? മേടിച്ചതാ, പുതിയ ക്യാമറ മേടിച്ചതാ. അയ്യോ രേമയ്ക്ക് ഒരു പുതിയ ക്യാമറ വേണമെന്ന് പറഞ്ഞു. കാരണം നിന്റെ അപ്പയുടെ സ്വഭാവം കൂടെ നാട്ടുകാർ അറിയണമല്ലോ. എന്റെ സ്വഭാവം അത്ര പറഞ്ഞാൽ പോരല്ലോ. തെങ്ങിനെ മണ്ടേന്നോ തെങ്ങിനെ തേങ്ങ വന്ന കുഞ്ഞോ എന്റെ തല വീണതങ്ങനെ നേരത്തെ വേണോ? പിന്നെ കഴിഞ്ഞോ ചേട്ടാ? അല്ല അമ്മേ, അല്ല നീ എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ പറയാനാണ് പലതും കാര്യം. ബക്കറ്റ് മേടിക്കുമോ? ഇതിൻ്റെ ഒന്നും മേടിക്കണം, അതൊക്കെ കഴിക്കാൻ. ഒരു 100 രൂപയ്ക്ക് ഒരു ബക്കറ്റ്. അമ്മ ആ കളേഴ്സ് ഇല്ലേ അവിടെ കിട്ടും. അവിടെ ഇതുണ്ട് ബക്കറ്റ് കണ്ടില്ലേ, ചെറിയ ബക്കറ്റ്. അല്ല ഇപ്പൊ എല്ലാരും ബക്കറ്റ് ഈ പൊങ്കാലയ്ക്ക് എല്ലാരും ചുമന്നോണ്ട് പോയാൽ ഇവിടെ നടന്നാണോ പോകുന്നത്? തിരുവനന്തപുരത്തിന് ബസ്സൊക്കെ കയറി അതിനകത്ത് കയറ്റി വെക്കുമല്ലേ? ഒരു ബക്കറ്റ് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അങ്ങോട്ട് എങ്ങനെ പോകുന്നത്? നടന്നാണോ പോകുന്നത്? മോൻ ഒരു കാര്യം ഞാൻ പറട്ടെ, പൊങ്കാലയ്ക്ക് എല്ലാരും ബക്കറ്റ് മേടിക്കുന്ന ഓട്ടം കൊണ്ടൊന്ന് ബസ്സിന്റെ അങ്ങോട്ടൊന്ന് വിടാൻ പറ. മകനൊരു ഓട്ടോക്കാരനല്ലേ, അവിടെ അല്ലേ ഉള്ളത്. ഞാൻ അവന്റെ ഒരു കാര്യത്തിനും പോകുന്നില്ല. പിന്നെ അവനെ ഞാൻ ശല്യപ്പെടുത്തുന്നു. അല്ല നിന്റെ അടുത്ത് നീ ചെയ്യും എന്നോട്. കഴിഞ്ഞ അടുത്ത് മോന്റെ അടുത്ത് പോകുന്ന പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച പോയത് എവിടെയാ? അപ്പം വേറെ അടുത്ത് പോവാല്ലേ? ഞാൻ നിൽക്കുന്നേ അവരുടെ 2 ദിവസം പോയി നിന്നെന്ന് പറഞ്ഞ എവിടെയാ പോയിരുന്നത്? അപ്പം അപ്പൊ നിൽക്കും. അങ്ങനല്ലേ നിന്റെ അടുത്തല്ലേ ഞാൻ നിൽക്കുന്നേ. അമ്മ അടുത്ത് നിൽക്കുമ്പോ അമ്മയുടെ കാര്യം നോക്കേണ്ടത് മരുമോനാ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. എന്റെ ചിലപ്പോ എനിക്ക് മാൻ്റെ ചിലപ്പോ അതിന്റെ വീട്ടിന്റെ അടുത്തൊക്കെ പോയെന്നിരിക്കും ഞാൻ. പോയെന്നിരിക്കും. പക്ഷെ ഞാൻ ഇവിടെ നിന്നാണല്ലോ പോകുന്നത്. ഇങ്ങനെ മൂടല്. അയ്യോ എന്റെ പൊന്നെ കത്തി. അവടിങ്ങട്ടെ ബക്കറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ. ഇവിടെ നിന്ന് ബക്കറ്റിന്റെ ആവശ്യം എനിക്കില്ല. അതിനാ പിന്നെ എവിടെയാ ബക്കറ്റ് ആവശ്യം? ബക്കറ്റ് എനിക്ക് പൊങ്കാലിട്ട് കഴിയുമ്പോ എനിക്ക് അവിടെ ചെന്ന് കഴിയുമ്പോ എനിക്ക് വെള്ളവും മോമ ഞാനൊരു കാര്യം പറയട്ടെ, ബക്കറ്റ് എടുക്കുവാണെങ്കിൽ ബക്കറ്റ് നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. ഈ പൊങ്കാലിക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അതാണ് കിട്ടുന്നത്. കലം, ബക്കറ്റ്, താവി. 3 ലിറ്ററിന്റെ കവറുണ്ട്, കവർ വെള്ളം കൊണ്ടുപോകാൻ പറ്റുന്നത്. കഴുകിയെടുത്താൽ മതി. നീ ഇത്ര വിഷമിക്കണ്ട, നീ ഒത്തിരി വിഷമിക്കണ്ട ഈ കാര്യത്തിലൊക്കെ. അമ്മ ഈ കുപ്പി സത്യം പറഞ്ഞ അലമ്പായി. കുപ്പി ഇങ്ങനെ പാറ പോലെ എടേ അത് അവിടെ ചെന്നല്ലേ ചുമ്മാ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഇതില്ലല്ലോ. അവിടെ ചെന്ന് കഴിയുമ്പോ അമ്മ ഇവിടെ കുപ്പി കിടപ്പുണ്ട്, കാലിയായിട്ട് കിടക്കുന്ന. അമ്മ എടുത്തോണ്ട് അമ്മ ആരോട് ഈ അനുവാദം ചോദിക്കുന്നേ? ഇപ്പൊ മനസ്സിലായോ? അനുവാദം ഒരു കുപ്പിക്ക് അനുവാദം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? കുപ്പി നീ എടുത്തോ. കൊണ്ടുപോകണം, ഇതെല്ലാം കൊണ്ടുപോകണം. ഇത് 1 മതി. ഇതായി കിടക്കുന്നു. എന്നിട്ട് അനുവാദം ചോദിക്കോ? ഇതാണ് എനിക്ക് ദേഷ്യം. ഒരു ബക്കറ്റുമായിട്ട് പോകുന്ന ഇത് 2 മോനെ കളയല്ലേ. അതിന് മോനെ കുപ്പി തരുമോന്ന് ചോദിക്കാനായിട്ട് ഇതെന്തുവാ? ഇവിടുത്തെ മണൽത്തരികൾ അമ്മ ചവിട്ടുമ്പോ ചോദിക്കാറുണ്ടോ ആരുടെ ഞാൻ ഇവിടെ ചവിട്ടിക്കോട്ടെ? ചെറിയ കുപ്പി കൊണ്ടുപോകുന്ന അതിനാ പറഞ്ഞ ഇഷ്ടംപോലെ ചെറിയ കുപ്പി. ഒത്തിരി ബിൽഡപ്പ് മരുമോന് കൊടുക്കരുത്. ആ അതാണ്. അല്ല സിംബോ, അയ്യോ പറക്കുപ്പി. സിംബോ സിംബോ രാവിലെ തെങ്ങ കയറി താഴെ വീണ്. ആര്? അതൊന്നും വേണ്ട. അതെ നിനക്ക് തന്തയുടെ സ്വഭാവം കൂടെ നടക്കല്ലേ. മറിക്ക് മറ്റേനകത്തൊക്കെ വെള്ളം അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. എല്ലാം കുടിവെള്ളമാണ്. അത് മതി അമ്മ, അമ്മ എടുത്തോ. അത് നീ ഉണ്ട്, നീ കുഴപ്പമില്ല. അവിടെ കിടപ്പുണ്ട്, എടുത്തു കൊടുക്കുക. അല്ല കുപ്പി കൊടുക്കാൻ ആൾ വന്നിട്ടുണ്ട്. മൊത്തം കുപ്പി കൊടുത്തുവിടെ. ഞാൻ അമ്മ ഇവിടെ ആക്രി കച്ചവടം നടത്തുന്നില്ല. ശംഭു ശംഭു അടയിരുന്നേ. അത് കഴിക്കാൻ മതി അമ്മ, അതൊന്ന് വീർപ്പിച്ചാൽ മതി. ഇങ്ങനെ ഞാൻ ചെയ്തു തരാം. ആര് പറഞ്ഞു ഞാൻ കാണിച്ചു തരാം. നോക്കി എന്നാ വൃത്തികെട്ട് കിടന്ന കുപ്പിയാന്ന് നോക്കിയ എല്ലാം. നോക്കിയേ ഇതിന്റെ കളർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇപ്പൊ എന്നാ വൃത്തിയാക്കി നോക്കിയ എല്ലാം നല്ല നല്ല സൂപ്പർ വൃത്തിയാക്കി. അത് മഞ്ഞളാണ്. നോക്കണം ഇതെല്ലാം വൃത്തികെട്ട് കിടന്ന ഇത് നിങ്ങളെല്ലാം നോക്കണം എന്നാ വൃത്തികെട്ട കുപ്പിയാന്ന് നോക്കണം. കാരണം അതൊക്കെ പുക ഇരിക്കുന്നു. പിന്നെ ഓപ്പൺ കിച്ചൺ ആണല്ലോ. പിന്നെ കുറെ പൊടിയും പുകയൊക്കെ ആയിട്ട് ഇതേണ്ട ഇപ്പൊ വൃത്തിയാക്കി, നല്ല വൃത്തിയാക്കി ചേട്ടാ, നല്ല സൂപ്പറാക്കി. പെണ്ണുങ്ങൾ പോയി ഇത്രയും നല്ല വൃത്തിയായിട്ട് ചെയ്യത്തില്ല. അമ്മാതിരി നല്ല വൃത്തിയാക്കി കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഒരു കുറവാണല്ലോ അത് മറ്റൊരാളെ പരിഹരിച്ചു. അങ്ങനെ ആർക്കെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ മറ്റൊരാളെ അങ്ങനെ പരിഹരിച്ചു പോയാൽ കുടുംബം മുന്നോട്ട് നന്നായിട്ട് പോകും. ഇതൊക്കെ എന്നാ വൃത്തികെട്ട കളറാ ഇത്. ഈ
തുടച്ചുകൂടെന്ന് ആലോചിക്കുന്നേ. ഇവിടെ കഞ്ഞിയും കറിയും കാപ്പിക്കും എല്ലാം വെച്ചിട്ട് ഇവിടെ തൂത്തിട്ട് ഒരൊറ്റ പോക്ക. അവിടെ ചൂടാന്നും പറഞ്ഞു ഇവിടെ നിൽക്കില്ല. വൈകുന്നേരം 5 മണി 6 മണിയാകുമ്പോൾ കയറും, എന്തെങ്കിലും ചായം കുടിച്ചിട്ട് അങ്ങ് പോകും. ഇങ്ങനെ അല്ല ചിത്രത്തിൽ ചെയ്യേണ്ട. പെണ്ണുങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനൊന്നും അല്ല ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ പെണ്ണുങ്ങളുടെ കൈ മാത്രമല്ല ആണുങ്ങളുടെ കൈ ഇതിനകത്ത് പോയാലും കൊള്ളാം. എന്തായാലും ഞാൻ എൻ്റെ കുറവ് ഞാൻ അംഗീകരിക്കുകയാണ്. നോക്ക്, ഇത്രയും വൃത്തികെട്ട് കിടക്കുന്ന ഒരു കിച്ചൺ നല്ല വൃത്തിയാക്കി വെക്കും കേട്ടോ. ഇപ്പം ഇതൊക്കെ തേച്ച് വെച്ചേക്ക്. ഇനി ഇത് കഴുകാനൊക്കെ ഉണ്ട്. നല്ല സൂപ്പറാക്കി ഒരാഴ്ച കഴിയുമ്പോൾ കാണണം ഇവിടെ എല്ലാം കൂടെ പൊടിയല്ലേ കയറുന്നത്. പൊടിയും ഇവിടെ അടുപ്പല്ലേ പുകയും എല്ലാം ആയിട്ട് വീടിന് വൃത്തികേടാവും. എന്തിനാടി കാറിയ ഒന്നുമില്ലേ? നീ ചന്ദനം തുറച്ചോടി. ആ അതിനാണോടി കാറിയ? ആഹാ കള്ളിപ്പെണ്ണ പോയില്ല. പക്ഷെ ചന്ദനം പോയില്ല. ഞാൻ ഉണ്ടാക്കിയതാ സിന്ദൂരം. പോയിക്കേ. ചാമ്പ് കാർ ചെയ്തോ? നീ അത് തൂത്തല്ലേ? ഞാൻ അടുത്ത് ഇവിടെ കൂടെ വെച്ചു. പുട്ട് മതിയെന്ന് ചോദിച്ചേ. എന്റെ വേണം കൊടുക്കണം പറ. ഇവിടെ ഞാൻ എടുത്തു വെച്ചു. നിനക്ക് ബുദ്ധി ഉള്ളതും കൊണ്ട് ഞങ്ങൾ പറഞ്ഞു പോയതാ. ഇനി ഇല്ലെങ്കിൽ വേണ്ട. സോറി, ഞാൻ വരും. സോറി. ഹോം മെയ്ഡ് സിന്ദൂരം. പുള്ളിക്ക് ഗൂഗിൾ പേ എടുത്ത് വെച്ച് കൊടുത്താ മതി. 100 എനിക്ക് എടുത്തോളാം ഞാൻ പറഞ്ഞല്ലോ. മുക്കാലി വരെ പോയാൽ പോരെ. ഒരു ഓട്ടോ വിളിച്ചു പോകും. ഇത്ര സാധനമായിട്ട് കയറി ഇറങ്ങി ബസ്സാ കയറി എന്ന് ചെല്ലാനാ. ഒരു ലോഡ് വിറക്, ഒരു പിക്കപ്പിനുള്ള വിറകുണ്ട്. അയ്യോ, അതൊന്നും അടുക്കിപ്പറക്കി അല്ലെന്നാ വെച്ചേക്കുന്നത്. അതാ കണ്ടില്ലേ ചുക്കി ചുളുങ്ങിയൊക്കെ ഇരിക്കുന്നത്. അടുക്കിപ്പറക്കാൻ അറിയത്തില്ല. താടിപ്പോരും മോനെ. അങ്ങോ വന്നു, വണ്ടി വന്നു. ഇതൊന്നും അവിടെ നടക്കും. ആ പെട്ടിയൊക്കെ ഇങ്ങോട്ട് ഇതിനകത്തെങ്ങാനും വെക്കും. ചുമ്മാ അതിനകത്തങ്ങനത്തെ വെക്കില്ലേ. എന്നാ ചെയ്യൂന്ന് പറ. വന്നു, വണ്ടി വന്നു. ഒന്ന് ചെറിയാനെ വിളിച്ചോണ്ട് പോവാം. ഇതേ പിടിച്ചാലും മതി, അറിയത്തില്ല. ഊരിപ്പത്ത് ഉള്ളൂ. ഇതെടുത്തോ, പേഴ്സ് എടുത്തോ, ഫോൺ എടുത്തോ. ചേച്ചിയെ മേടിച്ചു കൊടുത്ത് ചുരിദാറാണോ? ചുരിദാർ കണ്ടുപിടിച്ച കാലത്തെ ഡിസൈനാ. പൊതച്ചിടാ ഒത്തിരി. ഇതിങ്ങനെ താത്തത്, ഈ ഭാഗം താത്തത്. നീ നിനക്ക് ആ മുണ്ടക്കാൻ വരുന്നു കൊണ്ടുവിടത്തില്ലായിരുന്നു? ഇത്ര പ്രായമുള്ളൊരു അമ്മയല്ലേ? മകള് നീയല്ലേ ആവശ്യമില്ലാത്തെല്ലാം മേടിക്കാൻ വേണ്ടി സെക്കൻഡ് ഹാൻഡ് ചുരിദാറൊക്കെ നമ്മളവിടെ എടുത്തിരുന്ന ആരാ? ഞാനാണോ?
എടുത്തടി ഗുളികയൊക്കെ എടുത്തോ? ആ ഗുളികയൊക്കെ ഉണ്ട്. ഇപ്പൊ വാങ്ങിച്ചില്ല, അവിടെ കഴിക്കണം. കയറ്റി ഇറക്കി ഇടാൻ നല്ലപോലെ നേരെ ഇടാതെ. അതൊക്കെ വന്നോളൂ. നീ പണി നീ എന്നെ ടെൻഷൻ അടിക്കാ. നീ പോന്നിട്ടില്ലോ? പിന്നെന്നാ നീ പോന്നുണ്ടോ? വേണേ പൊക്കോ. എടി ജാമ്പോയും കൂടെ വേണേ പൊക്കോടി. ഓടിയത് ചുമ്മാ അയ്യോ എനിക്ക് വന്നോട്ട് ഇറക്കടാ. നീ ഇറങ്ങണ്ട, അവിടെ വന്നോ. ഇറങ്ങി വേടാ. ഇല്ല, ചുമ്മാ പറഞ്ഞ നിന്നെ പറ്റിക്കാൻ. കൂടുതൽ ഇറക്കും അതന്നെ നൈറ്റിയാ നേർക്ക് നനഞ്ഞല്ലോ ഇപ്പോഴേ. ആരാ തുറന്നേ? ചെല്ലടി ചെല്ലടി ചുമ്മാ ഉടായി പറക്കാതെ. നീ 10ാം ക്ലാസ്സിലല്ലേ? പഠിക്കത്തോ ഇല്ല, പണിയെങ്കിലും ചെയ്യോ. ഞാൻ പറഞ്ഞോ, കൂട്ടു പറഞ്ഞോ. എടി എല്ലാരും പിടിക്കും അവളെ. എന്നിട്ട് ചെറിയ വിളിച്ചിട്ട് വന്നില്ലേ? ഞാൻ അങ്ങോട്ട് പോയപ്പോ ചെറിയ ചേട്ടൻ പറഞ്ഞ് നിൽക്കും. ഞാൻ ഇപ്പൊ അവിടെ നിന്നു. ഞാൻ അനങ്ങാതെ നിന്നപ്പോ ആ പട്ടീനെ എടുത്തോണ്ട് പോയി. ഞാൻ ഓർത്ത് കൊച്ചിറങ്ങി അപ്പോഴേ ഞാൻ ഓർത്തപ്പോ അമ്മ കൊണ്ട് നോക്കി. കാരണം ഞാൻ ഓർത്ത് അമ്മ വൈകുണ്ടാവുന്നു. നമ്മുടെ തോത്തിൽ അമ്മ ഓടിച്ചു മുടി തരുന്നത്. നമ്മുടെ പറമ്പിൽ നിന്നൊരു കൈതച്ചക്ക. പെയ്യാനുള്ള എല്ലാ ലക്ഷണമുണ്ട്, പക്ഷെ അങ്ങോട്ട് പെയ്യുന്നില്ല. നല്ല കൊതുകായിരുന്നു. ഒന്ന് പുകച്ചത് അമ്മേ. സിംബ പോകുന്നുണ്ടോ? സിംബായേ അവിടെ അവളന്മാർ തമ്മിലേ ഭയങ്കര അങ്ങോട്ട്. നാരായണി അവളെ വന്ന് ചുമ്മാ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി മുഖത്ത് പിടിച്ചോ പറയാം. വന്നെ അമ്മ കളിയാക്കുവാന്ന്.
അതെന്നാ കുന്നാ അത്? നേരം കാലമൊന്നുമില്ല വിശക്കുന്നതിന്. ശാംഭവി നാരായണടാ. ഓക്കെ ഗൂഗിൾ വോളിയം 2. ഈ ഉപ്പും മുളകും കാണണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞു പുതിയത് വെക്കണ്ട, പഴയത് വെച്ചാൽ. പഴയ ഉപ്പും മുളക് വലിയ കുഴപ്പമില്ല, പക്ഷെ അതിനകത്ത് അവളുമ്മ ആ പിള്ളേർ പറയുന്ന പോലെ തന്നെ ഇവളിപ്പോൾ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചോ നീ? അതുപോലെ തറുതല പറയുന്ന കേട്ടോ ഇപ്പം. പിള്ളേർ പറയുന്ന പെട്ടെന്ന് അവള് ക്യാച്ച് ചെയ്യും അല്ലേ ശംഭവി? ആ ഫാനിടാൻ പറഞ്ഞു. പെണ്ണേ, നീ നാരായണി തമ്മിൽ എന്നാ പ്രശ്നം? ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കല്ലേ, ഞാൻ നിർത്തി വെക്കും. നീ നാരായണി തമ്മിൽ എന്നാ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലേ? എന്താ പ്രശ്നം? എവിടെ ജീവിക്കാൻ പറ്റൂലെന്ന്? ഓക്കെ ഗൂഗിൾ വോളിയം 2. ആ പറ, എന്നിട്ട് പറഞ്ഞിട്ടേ ഞാൻ വെക്കുന്നുള്ളൂ. എന്താ പ്രശ്നം? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ? എന്താ പ്രശ്നം എന്നാ? നിങ്ങൾ തമ്മിൽ കുറച്ച് മുമ്പ് ഉടക്കായിരുന്നല്ലോ, എന്നാ പ്രശ്നം എന്നാന്നാ ചോദിച്ചേ? നിങ്ങളെ ശരിയാക്കും ഞാൻ. ഈ ഉപ്പുമുളകൊക്കെ നിർത്തിക്കോ കേട്ടോ. വേണം പാട്ട് കേട്ടോ, ഇഷ്ടം പോലെ പാട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ അവിടെ അയൽക്കൂട്ടത്തിൽ പോയപ്പോൾ അവിടുത്തെ വീട്ടിലേ അവിടുത്തെ കുഞ്ഞാവിക്ക് വെക്കാൻ വേണ്ടി കാത്തൂൻ്റെ ഇതും പിന്നെ കോഴിയമ്മയുടെ ഒക്കെ വെക്കുന്നുണ്ട്. എന്ത് രസം അത് കാണാൻ. അത് വേണം ഇത് കണ്ടോ? അല്ല വേറെ എന്തെങ്കിലും പാട്ട് കേട്ടോ? അല്ല കളേഴ്സ് കണ്ടേ? സ്ലൈം വീഡിയോസ് കണ്ടോ? ആ അല്ല നിർത്തില്ലേ? ഈ ഉപ്പുമുളക് നിർത്തിക്കുക നാരായണി. നാരായണിക്കിട്ട് ഞാൻ അടുത്ത തല്ല് ഞാൻ നാരായണിക്കിട്ട് ഞാൻ തരും കേട്ടോ. ഉപ്പുമുളക് അവൾ അതിനകത്ത് പറയുന്ന പോലെ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ആരാ വെച്ചേ? ആ പാറുവിനെ കൊണ്ട് പ്രായത്തിനപ്പുറത്തിലൊക്കെ പറയിപ്പിക്കുന്നുണ്ട്. കഷ്ടം. എന്ത് നല്ലതായിരുന്നു അല്ലേ ഉപ്പുമുളക്? നേരത്തെ കണക്കാ, ഇപ്പോഴത്തെയും കണക്കാ. ഇപ്പം ഒത്തിരി ആദ്യത്തെയൊക്കെയാണ് നല്ലത്. നീ ഓഫ് ചെയ്തേടി, ഓഫ് ചെയ്യാ. ഓക്കെ ഗൂഗിൾ സ്റ്റോപ്പ്. ബ്ലൂ വൈറ്റ് അങ്ങനെയൊക്കെ ഉള്ളേ. എന്തെങ്കിലും ബേബി എങ്കിൽ ബേബി. ആ ബേബി ബേബി തലക്കെട്ടെന്താ അടിക്കുന്ന ബേബി? ഇത് ലാലേട്ടനെ പാട്ട് വെച്ചാ? ആ അതെ അങ്ങനെ. ആ അല്ല അത് അത് വെക്ക വെക്ക്. എന്ത് രസമാണ് കേൾക്കാൻ. ശോഭന, ലാലേട്ടനും ശോഭനയും. അയ്യോ അങ്ങനെയൊക്കെ പറയാതെ എനിക്കങ്ങ് സന്തോഷം.
ഇന്നും നല്ല മഴമൂടലൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ മഴ ഒന്നും പെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ കാര്യം. ഒന്നുമില്ല, ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞാൻ ഒന്നുമില്ല. പിടിച്ചോ, മൊത്തം പിടിച്ചോ. ലൈറ്റ് ഇരിപ്പണിയല്ലേ. ആ മതി. വന്നല്ലോ വന്നല്ലോ വന്നല്ലോ. ഞങ്ങൾ കണ്ട് ഇതല്ലേ ഷാമ്പു നാരായണി പറയായിരുന്നു കണ്ടോ അതെന്താണ് പ്രത്യേകതരം ഒരു ഇതല്ലേ. ഇത് കണ്ടോ, ഇവിടെ കണ്ടോ കാണിയത് നമ്മൾ കണ്ടാ പോരെ. കുടിച്ചിരുന്നില്ലേ കുട്ടപ്പായ? ഗുഡ് ബോയ് ഗുഡ് ബോയ്. ആയ പാൽ നിൽക്കുന്ന അപ്പറേയും